ഈസിയും ടേസ്റ്റിയുമായി വളരെ പെട്ടെന്ന് ഒരു നെല്ലിക്ക ചമ്മന്തി എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. സാധാരണ ചമ്മന്തിയേക്കാൾ കൂടുതൽ ടേസ്റ്റ് കിട്ടാനായി സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണേ. നെല്ലിക്ക ചമ്മന്തി ചോറിനൊപ്പവും കഞ്ഞിക്കൊപ്പവും കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. അതിനായി ഞാനിവിടെ 6 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ഒരു 15 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറിയ സൈസാണെങ്കിൽ 6 എണ്ണം മതിയാവും. അതുപോലെ കാന്താരിമുളക് ഒരു 10 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ 1.5 കപ്പ് തേങ്ങ ചിരണ്ടിയത് എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ സാൾട്ട് എടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പിലയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ഞാൻ നെല്ലിക്കയുടെ കുറച്ച് ഗുണങ്ങൾ പറയാം. ഡെയിലി ഒരു നെല്ലിക്ക വെച്ച് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതുപോലെ വൈറ്റമിൻ സി നെല്ലിക്ക പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 2 മുതൽ 3 വരെയുള്ള നെല്ലിക്കയിൽ 600 മുതൽ 700 വരെയുള്ള മില്ലിഗ്രാം വൈറ്റമിൻ സി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെല്ലിക്ക കഴിക്കുന്നത് മൂലം രോഗങ്ങൾ വരുന്നത് തടയാനായി സഹായിക്കുന്നു. നമ്മുടെ ഡൈജഷനെ സഹായിക്കുന്നുണ്ട്. നമുക്ക് നല്ല ഗ്ലോയിങ് സ്കിന്നും ഹെയർ ഗ്രോത്തിനും എല്ലാം സഹായിക്കുന്നുണ്ട്. നെല്ലിക്ക നമുക്ക് പല രീതിയിൽ കഴിക്കാൻ പറ്റും. ജ്യൂസായിട്ടും പൗഡറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും. ജ്യൂസായി കഴിക്കണമെങ്കിൽ നമുക്ക് 2-3 നെല്ലിക്ക എടുത്ത് അതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ ഇഞ്ചിയിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം ക്യൂബ്സാക്കി നമുക്ക് അത് ആവശ്യമുള്ളപ്പം 1 ഗ്ലാസ് ചൂടുവെള്ളത്തിലേക്ക് 1-2 ക്യൂബ്സ് ഇട്ട് നമുക്കത് കുടിക്കാനായിട്ട് പറ്റും. ഇത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നമ്മളൊന്ന് ജസ്റ്റ് സ്മാഷ് ചെയ്തിട്ട് അല്പം ഉപ്പും ഇട്ട് കഴിക്കുന്നത് നല്ലതാണ്. അത് കഴിഞ്ഞ് വെള്ളം കുടിക്കുന്ന സമയത്ത് നല്ല മധുരമായിട്ടുള്ള ടേസ്റ്റാണ് വെള്ളത്തിന്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ നമുക്ക് നെല്ലിക്ക കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ഇനി ആദ്യം ഞാൻ മിക്സി ജാർ എടുത്ത് നെല്ലിക്ക ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്, കുരു കളഞ്ഞ്. അതിനുശേഷം ഞാൻ ചെറുതായിട്ട് ഇഞ്ചി കഷ്ണങ്ങളുണ്ട്, അത് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തേങ്ങ ചിരണ്ടിയതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം ഞാൻ മിക്സിയിലിട്ട് അടിക്കുന്നുണ്ട്. അതിന് മുന്നായിട്ട് കുറച്ച് ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് മിക്സിയിലിട്ട് അടിച്ചിട്ട് വരാം. അപ്പോൾ അടിച്ചതിന് ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി. ഇനിയാണ് ഞാൻ ആദ്യം പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റും നല്ല സ്മെല്ലുമാണ് കേട്ടോ ചമ്മന്തിക്ക്. സാധാരണ ചമ്മന്തിക്കാളും നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കുന്ന സമയത്താണേലും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.